എപ്പോഴും തന്നെ വയറ് വീർക്കലും ദഹന പ്രശ്നങ്ങളും ഇങ്ങനെ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കമ്പിച്ച് ഇങ്ങനെ ഗ്യാസായിട്ട് നിറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, പുതിനയുടെ ഇല നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് കൊളസ്ട്രോളും അതുപോലെ തന്നെ ലിവർ ഫാറ്റും വണ്ണവും വയറൊക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് പുതിനയുടെ ഇല, നമുക്കൊരു ചെറിയൊരു തണ്ട് പുതിനയുടെ ഇല നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്കോ അതല്ലെങ്കിൽ മുറ്റത്തൊക്കെ നമ്മളിങ്ങനെ അധികം വെള്ളം കെട്ടിക്കിടക്കാത്ത ഒരു ഭാഗത്ത് ഒരു ഒന്നോ രണ്ടോ കൊമ്പുകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നിറയെ പുതിനയുടെ ഇല ഉണ്ടാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഈ സാധാരണ ചില ആൾക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വയറ് ഇങ്ങനെ വീർത്ത് ഗ്യാസിൻ്റെ ഗുളികകൾ കഴിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് നിങ്ങൾ ഗ്യാസിൻ്റെ ഗുളിക ഒന്നും തന്നെ വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു പുതിനയുടെ ഇലയിലുണ്ടല്ലോ മെന്തോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ദഹനം മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ടും വയറ് കമ്പിക്കലും വയറ് ഭയങ്കരമായിട്ട് ഗ്യാസ് കെട്ടിങ്ങനെ വീറി വരില്ലേ, അതങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഒന്നോ രണ്ടോ തണ്ട് നമ്മുടെ പുതിനയുടെ ഇല ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നേരടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ നമ്മൾക്ക് പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവാറുണ്ട്. അതല്ലാണ്ട് ഈ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഈ സൈനസൈറ്റിസിൻ്റേതായ തലവേദന മൂക്കടപ്പൊക്കെ ഉണ്ടാവത്തില്ലേ, അതുപോലുള്ള ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ദഹന പ്രശ്നത്തിന് മാത്രമല്ല തലവേദനയൊക്കെ ഉള്ള ടൈമിലും ഇതിങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ തലവേദനയും അതുപോലെ തന്നെ നമുക്ക് മൂക്കടഞ്ഞേക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പമ്പ കടുക്കും കേട്ടോ. പിന്നെ ആവി കൊള്ളാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ഇതിങ്ങനെ പുതിനയുടെ ഇല ഇട്ടിട്ട് നിങ്ങൾ ആവി കൊള്ളുവാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ മുഖക്കുരു വരുന്ന കുട്ടികൾക്കൊക്കെ ഈ മുഖത്ത് കുരുക്കൾ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പുതിനയുടെ ഇല കേട്ടോ. അപ്പം നിങ്ങളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഒന്നോ രണ്ടോ ചെറിയ തണ്ട് പുതിനയുടെ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇത് സാധാരണ നമ്മളെങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് ഇതുപോലെ നിങ്ങൾ ഒന്ന് കഴിച്ച് നോക്കുക. നല്ല രീതിയിൽ വയറ് കമ്പിച്ചൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വയറ് കമ്പിക്കലും ഗ്യാസ് പ്രോബ്ലങ്ങളും ദഹന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാറും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ദഹിക്കാണ്ടൊക്കെ ഛർദിയൊക്കെ വരത്തില്ലേ, അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇഞ്ചിയും പുതിനയുടെ ഇലയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാകത്തില്ല, തേങ്ങയും പച്ചമുളകും അതുപോലെ ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ചമ്മന്തികൾ ഉണ്ടാക്കുമ്പം നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ഒരു പുതിനയുടെ ഇലയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രീതിയിലുള്ള ദഹന പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, വയറിന് നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. അപ്പം ഈ രീതിയിലുള്ള എൻ്റെ ദഹന പ്രശ്നങ്ങളും വയറ് കമ്പിക്കലും അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് നമുക്ക് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയോ അതല്ലെങ്കിൽ മണ്ണിലേക്ക് നട്ടു കൊടുത്താലും മതി. ഒരുപാട് വെള്ളം കെട്ടി കിടക്കാത്ത ഭാഗത്ത് നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ നിറയെ പടർന്ന് പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ പുതിനയൊന്നും കടയിൽ നിന്ന് വാങ്ങുകയും വേണ്ട കേട്ടോ. ഈ ഗ്യാസിൻ്റെ അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർക്കൊന്നും ഗ്യാസിൻ്റെ ഗുളികകളൊന്നും വാങ്ങി യൂസ് ചെയ്യുകയും വേണ്ട, നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിന് വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തവർ അതിലേക്കാണ് വന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.